ഹലോ സംഗീതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് എറ്റിക്വറ്റ് സീരീസിൽ നമ്മൾ എങ്ങനെ ഫോർക്ക് നൈഫും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫുഡ് കഴിക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ബർഗർ എങ്ങനെ കഴിക്കാമെന്ന് നോക്കി, നൂഡിൽസ് എങ്ങനെ കഴിക്കാമെന്ന് നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇത് വെച്ചിട്ട് എങ്ങനെ കഴിക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പുറത്തേക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ കൺഫ്യൂസ്ഡ് ആവും അല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ചിലവർ ചിലപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ കഴിക്കാറുണ്ട്, പിന്നെ കത്തി ഇത് നൈഫ് എന്തിനാണെന്ന് അറിയാതെ കിടന്ന് പരിങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ മെയിൻലി ഫോർക്ക് വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്, നൈഫ് റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഇത് കഴിക്കാൻ നമുക്ക് ഫുഡ് വേണ്ടേ. അപ്പോൾ നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിന് മുമ്പൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്തുകൊണ്ട് കഴിക്കാമെന്നാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് പിസ്സയാണ്. ഇത് ബ്രെഡ് പിസ്സയാണ്. ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തൊരു പിസ്സയാണ്. ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ നാളെ വരും, അപ്പോൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഈ പിസ്സ ഈ ഫോർക്കും നൈഫും വെച്ചിട്ട് എങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരിക്കലും ഒരു പിസ്സ എങ്ങനെ കഴിക്കുക എന്നുള്ളൊരു വീഡിയോ അല്ല. പിസ്സ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, പക്ഷേ എങ്ങനെ ഇത് ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് കുറേ ഫുഡ് ഐറ്റംസ് ഇത് യൂസ് ചെയ്തുകൊണ്ട് കഴിക്കാം. ഇപ്പോൾ എന്താ പറയുക, ചിക്കൻ ഐറ്റംസ് കഴിക്കാം, പിന്നെ ബ്രെഡ് സാൻഡ്വിച്ച്, അങ്ങനെ കുറേ ഐറ്റംസ് ഇത് വെച്ചിട്ട് കഴിക്കാം. ഇപ്പോൾ ഞാൻ പിസ്സയിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർക്ക് ഇങ്ങനെ പിടിക്കുന്നു, നൈഫ് ഇങ്ങനെ പിടിക്കുന്നു. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ട് ചെറിയ പ്ലേറ്റിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളിതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെയും കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ അടി കൂടെ എടുത്തതിന് ശേഷം ഓക്കെ. അപ്പോൾ ഇനി ഇതെങ്ങനെ കഴിക്കണമെന്ന് നോക്കാം. നമുക്കിതിനെ അഡ്വാൻറ്റേജ് അതെ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലൈസ് നമുക്ക് കിട്ടി. ഇപ്പോൾ നമ്മളിതെങ്ങനെ പീസാക്കി കഴിക്കുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ടും കഴിക്കാം. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മൾ മാനേഴ്സ് വിട്ട് കളിക്കാറില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ എടുത്ത് അപ്പോൾ അഥവാ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ പ്രോസസ്സ് തന്നെയാണ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹാൻഡ് സ്വിച്ച് ചെയ്തതിന് ശേഷം എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് വെച്ച് കഴിച്ചില്ല. ഇതാണ് അമേരിക്കൻ സ്റ്റൈൽ. ഞാൻ നേരത്തെ കാണിച്ചു തന്നത് കോണ്ടിനെൻ്റൽ സ്റ്റൈൽ. അത് കുറച്ചുകൂടി അതാണ് എളുപ്പം, എനിക്ക് കംഫർട്ടബിൾ ഇതാണ്. കാരണം നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചൊന്നും പറയില്ല, നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടും കൂടി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതാണ് ഫിനിഷ് ചെയ്തതിൻ്റെ ഇൻഡിക്കേഷൻ. അപ്പോൾ അവർ വന്നിട്ട് എടുത്തുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫോർക്കും നൈഫൊക്കെ വെച്ചിട്ട് കഴിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ പിന്നെ എന്നെ ഓർത്തിട്ട് കഴിക്കുക. ഓക്കെ,
നമുക്ക് ഏത് ഫുഡ് നമുക്ക് തോന്നുന്ന പോലെ തോന്നിയ രീതിയിലൊക്കെ കഴിക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ ചില സിറ്റുവേഷനിൽ, ചില പ്ലേസിൽ, ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു മാനേഴ്സ് കീപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ എന്താ പറയുക, ചില ടേബിൾ മാനേഴ്സ്, ടേബിൾ എറ്റിക്വറ്റ്സൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് നമുക്ക് സ്കൂളിലൊന്നും ചിലപ്പോൾ നമുക്ക് പറഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി പിസ്സ മേക്കിംഗ് വീഡിയോസ് നാളെ കാണാം. പിന്നെ അടുത്ത സീരീസൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.